ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് കമാക്കില അറിഞ്ഞതിന് മുമ്പ് പറഞ്ഞ പോലെ എന്നാ എന്താണ് അർത്ഥം? എന്ത് ഫലമല്ല, അതെന്താണ്? വജൂദ് എന്ന അർത്ഥത്തിനുള്ളൊരു പേരാണ്. അള്ളാഹു എന്നൊരു കീലുണ്ട്. അത് എന്ത് ആ കീല് ശരിയല്ല. എന്തുകൊണ്ട്? ലിഅന്നഹു യുനാഫീഹി, ആ കീലക്കെതിരാണ് ദലാലത്തു കലിമത്തി തൗഹീദി. ആരറിയിക്കൽ? കലിമത്തു തൗഹീദ് അറിയിക്കൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കൽ. തൗഹീദ് മറ്റേ തൗഹീദിനുമില്ല. വാജിബുൽ വജൂദ് അല്ലാതെ ഇലാഹില്ല എന്ന് അർത്ഥം വെക്കേണ്ടി വരും. അപ്പൊ ഏത് വാജിബുൽ വജൂദും അല്ലാതെ ഇലാഹില്ല എന്നുള്ള അർത്ഥത്തിലേക്ക് വരും. അപ്പൊ അല്ലാഹ് അല്ലാതെ ഇലാഹില്ല എന്ന അർത്ഥം വരൂല. വാജിബുൽ വജൂദ് എന്ന എന്തും ആവട്ടെ, അത് ഏതും ഇനി വരെയുള്ള വന്ന് പോയാലൊക്കെ അതൊക്കെ പെടും. വലിദാലിക, അതുകൊണ്ടാണ് ഇഫ്താറ മുസന്നിഫ് തെരഞ്ഞെടുത്തത് അല്ലാഹ് എന്ന ആ പേര്. റഹ്മാൻ എന്താണ്? സിഫത്തല്ലേ, അനുഗ്രഹം ചെയ്യുന്നവനെ. അപ്പൊ അനുഗ്രഹം ചെയ്യുന്നവനല്ലാതെ ഇലാഹില്ല അറിഞ്ഞാലേ അഞ്ഞിപ്പോ ഏത് റഹ്മാൻ എന്നുള്ള അനുഗ്രഹം ചെയ്യുന്നവനും പെട്ടുപോകൂലേ. അപ്പൊ അള്ളാഹ് എന്ന പേരുള്ള അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന അർത്ഥം കിട്ടാനാണ്. അല്ലാ, നിങ്ങൾക്ക് 1ാം ക്ലാസ് കൊണ്ടിച്ചു. സുമ്മ അറാദ, പിന്നെ മുസന്നിഫ് ഉദ്ദേശിച്ചു, ബഅദൽ ഈമായി, അൽഹംദുലില്ലാ എന്ന് പറയുമ്പോഴേ അൽഹംദു സർവസ്തുതിയുമാകുന്നത് ലില്ലാഹി, അള്ളാഹുവിനാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് നല്ല ശ്രദ്ധിക്കണം. പൊട്ടനമായി വന്നിട്ട് കാര്യമില്ല. അള്ളാഹ്ക്കാണെന്ന് പറയുമ്പോൾ, ലില്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്കാണെന്നല്ല അർത്ഥം. അള്ളാഹിന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹ് എന്താണ്? അത് എല്ലാ കമാലിന്റെ സിഫാത്തുകളെ ഒരുമിച്ച് കൂട്ടിയ വാജിബുൽ വുജൂബായ ആ മുഅയ്യനായ ദാത്ത് എന്നാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അള്ളാഹ്ക്കാണെന്ന് പറയുമ്പോൾ എന്തർത്ഥം കിട്ടി? എല്ലാ കമാലിന്റെ സിഫാത്ത് ഒരുമിച്ച് കൂട്ടിയ വാജിബുൽ വജൂദായ ആ മുഅയ്യനായ ദാത്തിനിക്കുള്ള ആ ദാത്തിനിക്കാണ് എന്ത്? അൽഹംദു ലില്ലാഹി, ആ ദാത്തിനിക്കാണ്. ആ ദാത്തിന്റെ അലമല്ലേ അല്ലാഹ്. അപ്പൊ അൽഹംദു ആകുന്നത് ആ വലിയ കമാലിന്റെ സിഫാത്ത് സർവ്വ ഒരുമിച്ച് കൂട്ടിയ ദാത്തിനിക്കാണ് എന്ന് അർത്ഥമായി. ആ ദാത്തിന്റെ പേരല്ല അള്ളാഹ് എന്നുള്ളത്. അപ്പൊ അള്ളാഹ്ക്കാണെന്ന് പറയുമ്പോ തന്നെ എന്ത് കിട്ടി? ഒരു ലോക്കല് അള്ളാഹ്ക്കാണെന്നല്ല കിട്ടുന്ന അർത്ഥം. കമാലിന്റെ സിഫാത്തുകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയ വാജിബുൽ വജൂബായ ആ ദാത്ത് ഉണ്ടല്ലോ, ആ ദാത്ത് മുഅയ്യനായ ദാത്ത് അതിനിക്കാണ്. അപ്പൊ അതൊക്കെ അതിനുള്ളിൽ അർത്ഥമുണ്ട് അള്ളാഹ് എന്ന് പറയുമ്പോ തന്നെ. സുമ്മാറാദ, പിന്നെ മുസന്നിഫ് ഉദ്ദേശിച്ചു, ബഅദൽ ഈമായി, സൂചിപ്പിച്ചതിന് ശേഷം, ഇലൽ ഇസ്തിജ്മായി, സൂചന പറഞ്ഞവിടെ. അള്ളാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സൂചനകളുണ്ട്. പറ്റിയിൽ പറഞ്ഞിട്ടൊന്നുമില്ല, സൂചന ഉണ്ട്. എന്തിലേക്ക് സൂചന ഉണ്ട്? ഇസ്തിജ്മായി, ഒരുമിച്ച് കൂട്ടിയിരിക്കണ്. ലി ജമീ സിഫാത്തുൽ കമാലി, എന്തിനാ? കമാലിന്റെ മുഴുവൻ സിഫത്തുകളെയും. അത് അതിനെ സൂചിപ്പിച്ചു. എങ്ങനെ സൂചിപ്പിച്ചു? ബിൽ ഇജ്മാലി, മൊത്തത്തിൽ സൂചിപ്പിച്ചു, അവ്യക്തമായിട്ട് സൂചിപ്പിച്ചു. പറ്റി പറഞ്ഞിട്ടില്ല. എങ്ങനെ സൂചിപ്പിച്ചു? സൂചിപ്പിച്ചു. സുമ്മ അറാദ, മുസന്നിഫ് ഉദ്ദേശിച്ചു. ഇനി പറയാനിലേക്കാണ്. ഇനി അള്ളാഹിന്റെ കുറച്ച് വിശേഷണങ്ങളാണ് മൂപ്പര് പറയുന്നത്. ആര്? ലാ മാനിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണ്ടല്ല അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ അള്ളാഹിന്റെ മഹത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം എന്ത് പറഞ്ഞു? അള്ളാന്ന് പറയലോട് കൂടെ മൊത്തത്തിൽ അള്ളാഹു എല്ലാ കമാലിന്റെ സിഫാത്ത് ഒരുമിച്ച് കൂട്ടിയതാണ് എന്നതിലേക്ക് സൂചിപ്പിച്ചു, ഇശാറത്താക്കി, ഇമാവി ചെയ്തു. ആ സൂചിപ്പിച്ചതിന് ശേഷം അതിന്റെ ചില വിശദീകരണങ്ങൾ പറയാൻ മുസന്നിഫ് ഉദ്ദേശിക്കുകയാണ് എന്നാ പറയാൻ പോണത്. സുമ്മാറാദ, മുസന്നിഫ് ഉദ്ദേശിക്കുകയാണ് ബഅദൽ ഈമായി, ലില്ലാഹി എന്ന് പറയുമ്പോൾ സൂചിപ്പിച്ചതിന് ശേഷം എന്തിലേക്ക്? ഇലൽ ഇസ്തിജ്മായി ലി ജമീ സിഫാത്തിൽ കമാലി, കമാലിന്റെ എല്ലാ സിഫത്തും അള്ളാഹ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹ് സൂചിപ്പിച്ചു. മുസന്നിഫ് ബിൽ ഇജ്മാലി, എങ്ങനെ ഒരുമിച്ച് കൂട്ടിയിരിക്കണമെന്ന് പറയണ്ടേ? അവ്യക്തമായിട്ട് അവിടെ ഒരു സൂചന കൊടുത്തതിന് ശേഷം മൂപ്പര് ഉദ്ദേശിച്ചു അയ്യുഫസ്സില, മുസന്നിഫ് എന്താക്കാന്? വിശദീകരിക്കുക. സുമ്മ അറാദന മഫ്ഊല, സുമ്മ അറാദ അയ്യുഫസ്സില. ഇനി മുസന്നിഫ് വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിച്ചു. സുമ്മ അറാദ, മുസന്നിഫ് ഉദ്ദേശിച്ചു അയ്യുഫസ്സില,
ചില സൂചനകൾ ഇജ്മാലായിട്ട് അള്ളാന്ന് പറഞ്ഞ പദത്തിലുണ്ട്. അതിനുശേഷം ബഅദൽ ഈമായി, ആ സൂചനയ്ക്ക് ശേഷം മൂപ്പരുദ്ദേശിച്ച യുഫസ്സില ബാലഹ, അതിന്റെ ചിലതൊക്കെ വിവരിക്കുകയാണ്. അതായത് ആ കമാലിന്റെ ചില വിശേഷണങ്ങൾ, അള്ളാഹിനെ പറ്റിയുള്ള വിശേഷണങ്ങൾ വിവരിക്കാൻ വേണ്ടി മാൽ ഇസ്ആരി, എന്തോട് കൂടെ, മൂപ്പര അറിയിക്കലോട് കൂടെ, ബിബറാത്തിൽ ഇസ്തിഗ്ലാലി, പ്രഥമ സൂചനയ അറിയിക്കലോട് കൂടെ. ഇനി പറയാൻ പോണ വാക്കില് ലാ മാനി അലിമാ ഹുക്കുമിഹി, മൻ എന്ന് പറഞ്ഞ പദം വന്നു, അവിടെ ഹുക്കുമ് എന്ന് പറഞ്ഞ പദം വന്ന്, പിന്നെ വല നാഖിൽ നഖ്ള് എന്ന പദം വന്ന്, വിധി എന്ന പദം വന്ന്. ഈ മുനാദറയിൽ ഉണ്ടാകുന്ന ഓരോരോ ഘട്ടങ്ങളാണ്. ഒരാൾ ഇങ്ങോട്ട് പറയുമ്പോൾ അതിനെ മൻഹി ചെയ്യേണ്ടി വരും, ഒരാൾ ഇങ്ങോട്ട് ദലീൽ പറയുമ്പോൾ അതിനെ നഖ്ള് ചെയ്യേണ്ടി വരും. അവിടെ ഒരു വിധി ഉണ്ടാവും. ഞാനൊരു വിധി പറയും, നിങ്ങളൊരു വിധി പറയും, എതിര് വിധിയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഓരോരോ ആണ്. ഇതിൽ വരാൻ പോകുന്ന കുറെ പദങ്ങളുണ്ട്. മൻ എന്താണ്, നഖ്ൾ എന്താണ്, ഹുക്കും എന്താണ് എന്നൊക്കെ ഇതിൽ പറയും. അപ്പൊ അവിടെ പറയാൻ പോകുന്ന നമ്മുടെ ചർച്ചാ വിഷയത്തിലേക്കുള്ള ചില പ്രഥമ സൂചനകളോ ഉൾക്കൊള്ളിക്കൊണ്ടാണ് മൂപ്പരിഞ്ഞ് എന്താക്കണം അള്ളാന്റെ വിശേഷണോ പറയുന്നത്. എന്ന പതൊക്കെ വല്ലതും അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മളൊരു ലേഖനം എഴുതുമ്പോൾ വിഷയത്തിലേക്ക് സൂചന ആ ഹംദിലും സലാത്തിലും തന്നെ സംഭവം അതൊന്നും ആവില്ല, ആവശ്യം ആ മന്നൊന്നും ആവില്ല ഇവിടുത്തെ മഞ്ഞ്. എന്നാൽ ആ പതൊക്കെ ഇങ്ങനെ എല്ലാം കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മതകാരാണ്. ലോകത്തിന് ദൂതരായി അടുത്ത മുഹമ്മദ് നബിയുടെ മേലിൽ അള്ളാഹുവിന്റെ സലാത്തും സലാമും ഉണ്ടായി. അവിടെ എന്തും കൂടി പറഞ്ഞു, ദൂതരായി പഠിച്ച നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടെന്ന് തോന്നിയാണ്ട് ഒരു അവിടെ അങ്ങനെ ഉണ്ട്, അതുകൊണ്ട് പറയും. ഇനി കാരണം ഇവിടെ ഇനി പറയാൻ പോണ എന്തായിരിക്കും, അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. പിന്നെ മുജിസത്തുകളൊക്കെ കൊണ്ട് നിയോഗിക്കപ്പെട്ട നബി. കാരണം ഇനി പറയാൻ പോണ മുജിസത്തിനെ പറ്റിയൊക്കെ ആയിരിക്കാം. അപ്പൊ ഇനി പറയാനിലേക്ക് തുടക്കത്തിൽ ഒരു സൂചന എന്നൊക്കെ പറഞ്ഞ പദമുണ്ട്. അപ്പൊ എന്താണ് മാൽ ഇസ്ആരി, എന്തോട് കൂടെ, എന്തിലേക്ക്, ഇസ്തിഹ്ലാല് അറിഞ്ഞാൽ, ഇസ്തഹല്ല അറിഞ്ഞാല് ആദ്യ കരച്ചിലിനാണ്. ആരെ, കുട്ടിയുടെ ഇസ്തഹല്ല അറിയും. കുട്ടി ആദ്യത്തെ കരച്ചില് കരഞ്ഞാല് ഇസ്തഹല്ല അറിയും. അതേപോലെ ഹിലാല് എന്ന് പറയും, ആ ആദ്യ പിറവിക്ക് അല്ലെ, ഹിലാൽ എന്നല്ല പറഞ്ഞേ, അതാണ് ഇസ്തിഹ്ലാൽ. അപ്പൊ ആദ്യ സൂചന. ബറാഅത്തിന്റെ അർത്ഥം എന്താ, അവിടെ എഴുതിയിട്ടില്ല. അൽ ബറാഅത്തു മസ്ദർ മിൻ ബരിഅ റജുലി ഇദാ ഫാഖ അൽ അഖ്റാനി, അയാളെ മേലെ ആയാൽ, അയാളെ കൂടെയുള്ളവരെക്കാൾ ഇൽമിലോ മറ്റൊക്കെ നല്ല കാര്യത്തിലൊക്കെ. എന്ന ആ വലിയ സ്ഥാനം, ബറാഅത്തിന്റെ അർത്ഥം മേലെയാകുക. ഇസ്തിഹ്ലാല് പ്രഥമ സൂചന എന്ന ആ വലിയൊരു സ്ഥാനമുള്ള ആ കാര്യം കൊണ്ട് സൂചിപ്പിച്ചു. മാലിഷ് ആരി അറാദ, മൂപ്പർ ഉദ്ദേശിച്ച യുഫസ്സില ബാലഹ, ചിലതൊക്കെ വെളിവാക്കാൻ, ഏത് അള്ളാന്റെ മഹത്വങ്ങളിൽ ചിലതൊക്കെ പറയാൻ. മാലിഷ് ആരി അറിയിക്കലോട് കൂടെ, ബിബറാഅത്തിൽ ഇസ്തിഹ്ലാലി പ്രഥമ സൂചന എന്ന ആ വലിയ കാര്യം. ഫഖാലാഞ്ഞ് മുസന്നിഫ് പറയാണ്, മൂല്യരെ അല്ലതി, എങ്ങനെയുള്ള അള്ളയാണ്, ലാമാ അതും അതിന ലാമാൻ അലി ഹുക്മിഹി, അള്ളാന്റെ ഹുക്മിനിക്ക് തടയുന്നവനില്ല. മുരീദൻ ഇവിടെ ഉദ്ദേശം അത് ശറഹ. ബിൽമൻഹി മൻഹ് കൊണ്ടുള്ള ഉദ്ദേശം, ഉദ്ദേശിച്ചതായ നിലക്ക്. ബിൽമൻഹി മൻഹ് കൊണ്ട് എന്തിനെ, മഅനാഹുൽ മഫ്ഉലടാ, മഅനാഹുൽ ലുഗവിയ്യ, എന്തിനെ ഉദ്ദേശിച്ചു അങ്ങനെ ലുഗവിയായ മാനയെ ഉദ്ദേശിച്ചതായ നിലക്ക്. മുസന്നിഫ് ഇവിടെ ലാമാനിയാന്റെ ഉദ്ദേശം ഈ മൻഹിന്റെ അർത്ഥം ഏതാണ്, തടയാന്നുള്ള ജസ്റ്റ് അർത്ഥം. അല്ലാതെ ഇഞ്ഞ് പറയാനുള്ള ഇവിടെ ഇഞ്ഞ് ഇവല് പറയുന്നവൻ എന്നല്ല. ലാമാനി, തടയുന്നവനില്ല, അലി ഹുക്മി അല്ലാന്റെ ഹുക്മിനെ. മുരീദൻ ഇവിടെ ഉദ്ദേശം ബിൽമനി, മാനി കൊണ്ട് മാനാഹുൽ ലുഗവിയ്യ, ഏത് മാനാണ്, സാധാ തടയാന്നുള്ള അർത്ഥം. വയഹ്തമിലു, സാധ്യമുണ്ട്, ചുമക്കുന്നല്ലട്ടാ, വയഹ്തമിലു സാധ്യമുണ്ട്, അയകൂനൽ മുറാദു,
മുറാദ് ആവാം, എന്താവാം ഖബർ. അൽ മഅനൽ യാ നട യക്കൂനിന്റെ ഖബറാ. ആ ആ അല്ല, അങ്ങനെ കരുതി. യഹ്തമില് സാധ്യമുണ്ട് യക്കൂനൽ മുറാദു. എടാ യക്കൂനൽ മുറാദു അത് ഇസ്മാണ്. ഇനി ഖബർ വേറെ കുട്ടിപ്പ. ഇവിടെ മുറാദ് ആവാം അൽ മഅനൽ യാ എന്താവാം. ഇനി പറയാൻ പോകുന്ന ഇവർ പറയുന്ന മുനാദറന്റെ ഇതിൽ പറയുന്ന ഈ കിതാബിൽ പറയുന്ന ഒരു ഇസ്തിലാഹിയായ മനുണ്ട്. അതായത് നിങ്ങളൊരു ദലീൽ പറഞ്ഞ ആ ദലീലിന് എന്താക്കുക, അള്ളി വെക്കുക. ആ ദലീലിന് എന്താക്കുക, ഗണ്ണിക്കുക. അതാണ് മന്. അപ്പൊ അള്ളാന്റെ ഹുക്കുമിനെ മനു ചെയ്യുന്നവനില്ല എന്ന് പറഞ്ഞെടുത്ത് ഏത് മനു ആകാം, വെറും തടയൽ എന്നല്ല, ഏത് മന്ന തന്നെ ആകാം. ഇവര് പറയുന്ന ലുഗവിയായ മന്നെ ആവാം, അതല്ല ഏത് മനു ആകാം, ഇസ്തിലാഹിയായ മനു ആകാം. ഇവര് പറയുന്ന ഒരു പ്രത്യേക മന്നുണ്ട്. അതായത് ദലീല് പറയുമ്പോ ആ ദലീലിനെ എന്താക്ക, വെടിവെക്കണം മന്ന്, ആ മന്നു ആകാം. ഇവിടെ ഇനി അള്ളാന്റെ ഹുക്കുമിന് മന്നു ചെയ്യാൻ ആ അർത്ഥത്തിനും ആകാം. ഇതിനാ പറയുന്നത്. ആ അതെങ്ങനെ ബിജഅലി ഇൻകാരിൽ. അപ്പൊ അവിടെ ഒരു ചോദ്യം ഇവിടേക്ക്, ലാ മാനിയ ആരും മന ചെയ്യുന്നവനില്ല. തബ്രിയത്തിന്റെ ലാ ആണ്, പിന്നെ നെസ്ബിന്റെ മഹല്ല പറഞ്ഞതാണ്. ലാ മാനിയ എന്തില്ല, ഒറ്റ മന ചെയ്യുന്നവനോ ഇല്ല ലി ഹുക്മിഹി. ഒപ്പിച്ച് കണ്ട് അർത്ഥം വയ്ക്കാൻ വരണ്ടട്ടാ, അർത്ഥം വെക്കാതെ കണ്ട് വരണ്ട അറിയാ. ശരിയായ ഇത് വെക്കാതെ അത് മാത്രം ആ നടക്കൂല. ആ ലാ നല്ല പഠിച്ചോണ്ടി, തബിയത്തിന്റെ ലാണല്ലെന്ന് ഞാൻ ചോദിച്ചു. ലാ മാനിയ എന്തില്ല, ഒറ്റ തടയുന്നവനുമില്ല അള്ളാന്റെ ഹുക്കുമിനെ. അല്ല, ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. അള്ളാന്റെ ഹുക്കുമിനെ എതിർത്ത് എത്ര ആൾക്കാരുണ്ട്? മഞ്ഞ അയക്കണോ ഇല്ല എന്നുള്ളതല്ല, കുറെ ആൾക്കാർ അള്ളാന്റെ ഹുക്കുമിൽ ചോദ്യം ചെയ്യണോലില്ലേ. നിങ്ങൾ എന്ത് ഇസ്ലാമിന്റെ ഈ നിയമം ശരിയല്ല എന്ന് പറഞ്ഞോലില്ലേ. അപ്പൊ അള്ളാന്റെ ഹുക്കുമിനെ മഞ്ഞ ചെയ്യുന്നോലില്ലേ. അപ്പൊ ഒറ്റ മാന്യവും ഇല്ലാന്ന് എങ്ങനെയിപ്പോ പറയാം. അള്ളാന്റെ ഹുക്കുമിനെ ആരും ഇറങ്ങുന്നോ ആരുമില്ല, അങ്ങനെയിപ്പോ പറയാം. അങ്ങനെ ഇല്ലേ, ഇവിടെ എത്ര ആൾക്കാർ മഞ്ഞ ചെയ്യാൻ വേണ്ടി കിടക്കണ്ടല്ലോ. അതെന്താ അതിന്റെ അർത്ഥം അതാവട്ടെ. ബിജഅലി ഇൻകാരിൽ നിഷേധികളുടെ നിഷേധം ആക്കൽ കൊണ്ട്, കലാ ഇൻകാരി അത് നിഷേധമില്ലാത്തത് പോലെയാണ്. നിഷേധിക്കുന്നവന്റെ നിഷേധം നിഷേധമല്ലാത്തത് പോലെയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ആക്കണം, അങ്ങനെ ആക്കാൻ പറ്റുമോ? ലിവുജൂദിമ്മ, ഇവിടെ ഒന്ന് ഉണ്ടായതിന് വേണ്ടി, ഒന്നുണ്ടായതിന് വേണ്ടി. ഇൻ തഅമ്മലൂ ഫീഹി, ആ ഒന്നിൽ അവർ ചിന്തിക്കുകയാണെങ്കിൽ ഇർതദഊ മിൻ അൻഹു, ആ ഇൻകാറിനെ തൊട്ട് അവരെന്താകും, നിഷേധത്തെ തൊട്ട് അവരെ മാറി നിൽക്കും. ഇവിടെ നിഷേധിക്കുന്നവരില്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നില്ലാത്തോണ്ടല്ല, നിഷേധിക്കുന്നവരുണ്ടെങ്കിലും ശരിക്കും അവര് ഈ അള്ളാന്റെ ഹുക്കുമിന്റെ ദലീലുകളും അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയായ നിലയ്ക്ക് ചിന്തിക്കുകയാണെങ്കിൽ അവരെന്താക്കൂലായിരുന്നു, നിഷേധിക്കൂലായിരുന്നു. അവർക്ക് ശരിക്കും ചിന്തിക്കാത്തതുകൊണ്ടാണ്, ആ വൈരാഗ്യം കൊണ്ട് ചിന്തിക്കണില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ നിഷേധിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഒരു കാര്യം ഉണ്ടായതിന് വേണ്ടി. അപ്പൊ എന്താ ചെയ്തത്, ബിജഅലി ഇൻകാരിൽ മുൻകിരീന ഇൻകാരിൻ. അല്ല, അതൊന്ന് നിഷേധമായിട്ട് കൂട്ടണ്ട. അപ്പൊ മാനിയില്ല, ആരും നിഷേധിക്കണമില്ല. അതെന്താ നിഷേധം അല്ലാത്തതുപോലെ, നിഷേധം ഇല്ലാത്തതുപോലെ ആക്കിയത്? ഇവിടെ ഒരു തെളിവ്, ഗണ്യതമായ ഭയങ്കര തെളിവുകൾ ഇവിടെ ഉണ്ടായതിനു വേണ്ടി. തെളിവുകളാണ്. ഇൻ തഅമ്മലൂ ഫീഹി, അവരെങ്ങാനും ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തെളിവുണ്ട്. അല്ല, ഒരാളിപ്പോ ഇൻകാർ ചെയ്യാണ്, എപ്പോഴും ഇപ്പൊ രാത്രിയാണെന്ന്, ഈ വെളിച്ചത്തെ കണ്ടിട്ട് അയാൾ പറയാ രാത്രിയാണെന്ന്, അയാൾ ഇൻകാറിനൊന്ന് കണക്ക് കൂട്ടാൻ പറ്റുമോ? അത് ഇൻകാറില്ലാത്തവനെ പോലെയാണ്. കാരണം ഇന്ന് പകലാണ് ഇപ്പോൾ ഉള്ളത് എന്നതിന് വ്യക്തമായ തെളിവുകൾ ഇവിടെ ഉണ്ടായിരിക്കെ അതിൽ ചെറിയ നിലക്കൊന്ന് കണ്ണിനീച്ച് നോക്കിയാൽ പറയാ, ഇയാള് കണ്ണു വെക്കാണ് ഇങ്ങനെ എന്താ പറയാ, ഇന്ന് രാത്രിയാണ്, ഞങ്ങൾക്ക് കാണുന്നില്ല ഒന്നും
ഇരുട്ടാണ്, ഇവിടെ കറുപ്പ് കളറാണ്, ആരുമില്ല, രാത്രിയാണ് എന്ന് പറയാം. പിന്നെ കണ്ണുപിക്കണ്ടേ? അയാളൊന്ന് കണ്ണീച്ചാൽ ഇത് സംഭവം മനസ്സിലാവൂലേ? അപ്പൊ ഇയാളെ ഇൻകാറിനെ നമ്മൾ ഇൻകാറായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം അത്രയും വലിയ തെളിവുകൾ ഇവിടെ ഉണ്ട്. അത് ചിന്തിക്കാത്ത കഴിഞ്ഞാൽ അവർ അപ്പം ഇൻകാർ മാറ്റും. ഏതുപോലെയാണെന്നറിയാം ഈ ലാമാനി അലി ഹുക്മിഹി എന്ന് പറഞ്ഞ ആ വചനം ഖുർആൻ അല്ല പറഞ്ഞതുപോലെ ഈ ഖുർആനിൽ യാതൊരു സംശയവും ആർക്കും ഇല്ല. എത്ര ആൾക്കാർക്ക് സംശയമുണ്ട്? സംശയം ഉണ്ടായിട്ടല്ലേ ഖുർആൻ എതിർക്കുന്നത്? എന്നിട്ട് അല്ല പറഞ്ഞില്ല റൈബ ഫീഹി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സംശയം ഒരു സംശയമായിട്ട് നമ്മൾ കണക്ക് കൂട്ടണില്ല, സംശയം ഇല്ലാത്ത വയ്യ. അങ്ങനെ അവരെ അതിൽ കൃത്യമായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവരെ സംശയിക്കൂലായിരുന്നു. അത്രയും വ്യക്തമായ തെളിവുകൾ ഇവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. സംശയിക്കാൻ മാത്രം ഒന്നും ഇവിടെ ഇല്ല. മുറിക്കുന്ന പൊളിക്കുന്നവനില്ല. അള്ളാന്റെ ഖലാഇനെ ഖദരിഹി, അള്ളാഹുവിന്റെ ഖദറിനെ പൊളിക്കുന്നവനില്ല. وقيل القضاء ووجود جميع ما في اللوح المحفوظ تفصيل قضاء سبيل പല അർത്ഥമുണ്ട്. തഅല്ലുഖുൽ ഇറാദത്തിൽ അസ്ലിയത്തിൽ മുഖ്തദിൽ അല തർത്തീബ് ഹാസിൽ അഷ്യാഇ ഫിഖാത്തി അൽമാൻ മിൻ ഖളാ ഇബാറത്തൻ വജൂദി ജമീഅൽ മൗജൂദാത്തി ബില്ലാഹി മിൻ ഖലാം ഖദർ തമ്മിൽ വ്യത്യാസം എന്താ? അത് ഖലാ എന്ന് പറഞ്ഞാൽ പൊതുവേ ഉള്ള പറയട്ടാ. യുക്തലഖ് അലൽ അംരി വൽ ഫീലി വൽ ഹുക്മി, അള്ളാഹുവിൻ്റെ കൽപ്പന, പ്രവർത്തി, വിധി, ഇതിനൊക്കെ പൊതുവെ ഖലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ഖലാ എന്ന് ഭാഷയിൽ പറയാറുണ്ട്. ഭാഷയിലെ അള്ളാഹുവിൻ്റെ കൽപ്പന, പ്രവർത്തി, വിധി. പിന്നെ വൈറാദത്തിൽ അസലിയത്തിൽ മുതഅല്ലിഖത്തി ബിൽ അശ്യാഇ അലാമാവിൽ, അള്ളാഹുവിൻ്റെ ഉദ്ദേശം. അള്ളാഹു പണ്ടേ ഇവിടെ എങ്ങനെ നടക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ എന്തുണ്ട്? ഇറാദത്ത്. അത് പണ്ടേ ഉള്ള ഒരു വിശേഷണമാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത്. ഇവിടെ എന്തൊക്കെ നടക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട്. ആ ഉദ്ദേശത്തിനും എന്ത് പറയും? ഇവിടെ എന്തൊക്കെ നടക്കണം എന്ന് അള്ള പണ്ടേ വെച്ചിട്ടുണ്ട്. ഖലാ എന്ന് പറയും. ഖദർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം തഅല്ലുഖു അൽ ഇറാദത്തി അൽ അസലിയത്തിൽ മുഖ്തലിയത്തിൽ അലാ തർത്തീബിൻ ഖാസിൻ ബിൽ അശ്യാഇ ഫി ഔഖാത്ത്. ആ അല്ലാഹു പണ്ടേ ഇങ്ങോട്ടേക്ക് ഉദ്ദേശിച്ച് വെച്ചിട്ടില്ല. ഉദ്ദേശമില്ല അള്ളാഹ്ക്ക്. അതല്ലേ നമ്മൾ നേരത്തെ ഖലാ ഇട്ടത്? ഉദ്ദേശത്തിനല്ല ഖലാ. ആ അള്ളാന്റെ ഉദ്ദേശം ഈ സൃഷ്ടികളുമായി ബന്ധമുണ്ടാകുക, അതിനാണ് ഖദർ എന്ന് പറയുന്നത്. അത് ഓരോന്നും ഉണ്ടാകുന്ന സമയത്ത് അത് എന്താകും? അങ്ങനെ ബന്ധമാകും. അങ്ങനെ ഒരർത്ഥം ഖദറിന് ഒരർത്ഥം വെച്ചതല്ല. ഖലാ പറഞ്ഞാൽ എന്താ? ആ ഉദ്ദേശം. ഖദർ പറഞ്ഞാൽ എന്താ? ആ ഉദ്ദേശം ഈ സൃഷ്ടികളുമായി ബന്ധമുണ്ടാകും അതിൻ്റെതായ ടൈമിൽ. പിന്നെ അപ്പൊ അല്ല പണ്ടേ ഉദ്ദേശിച്ചു വെച്ച അള്ളാന്റെ ഖലാ വലിയരെ അതിനെ പൊളിക്കാനാർക്കുമില്ല. അള്ളാന്റെ ഖദറും ഇനി സലാത്തല്ലേ എനിക്ക് സൂചന. നബിതങ്ങളായപ്പോൾ വസീലത്തൻ, നബിതങ്ങളെ ഒരു മധ്യവർത്തിയാണ്. അള്ളാഹു വിധിച്ച വിധികള്, അള്ളാഹുവിന്റെ ഹുക്കുമുകള് ഹറാമാണോ ഹലാലാണെന്ന് കള്ള വിധിച്ചതല്ലേ, ആ ഹുക്കുമുകൾ ചേരാനുള്ള വസീലയാണ് നമ്മളിലേക്ക്. ലമ്മാക്കാൻ നബിയുന വസീലത്തൻ, വസീലയാണ് അള്ളാന്റെ ഹുക്കുമ് ചേരാൻ. ആരിലേക്ക്? നമ്മളിലേക്ക്. മനസ്സിലായ? അങ്ങനെ ആയപ്പോൾ നബിത അള്ളാഹു ഒരു വിധി വിധിച്ചിരിക്കണം. ഹറാമാണ് ഇന്നത്, ഇന്ന് ഹലാലാണ്, ഇന്നത് കറാത്താണെന്നൊക്കെ. അത് നമ്മളെങ്ങനെ അറിഞ്ഞത്? നബിതങ്ങള് മുഖേനയാണ് അറിഞ്ഞത്. നമ്മൾ അവിടുന്ന് വസീല ലമ്മാക്കാന നബിയുന വഅസ്ഹാബുഹു, നബികങ്ങൾ ഇങ്ങനെയാണ്. അസ്ഹാബു, അവിടുത്തെ സ്വഹാബികൾ. ലമ്മാക്കാന അസ്ഹാബുഹു, സ്വഹാബികളായപ്പോൾ മുർഷിദീനലന, നമ്മൾക്ക് വഴി കാണിച്ചു തന്നവരാണ്. കാരണം നബിതങ്ങൾ സ്വഹാബികളോടല്ലേ പറഞ്ഞെടുത്തത്, അവരല്ലേ നമ്മക്ക് പറഞ്ഞു തന്നത്. അങ്ങനൊക്കെ ആയപ്പോൾ ലമ്മാക്കാനന്റെ ജവാബ് അർദഫ
ഇത് തുടർത്തി പറഞ്ഞു. വെറുതെ പറഞ്ഞ അത്ബാന്നർത്ഥം. തുടർത്തി പറഞ്ഞു തഹ്മീദ, ഹംദിനോട് തുടർത്തി, സലാത്തിനെ തുടർത്തി. ഫഖാല, അപ്പൊ പറഞ്ഞു, വസ്സലാത്തു അലാ സയ്യിദി അംബിയാഇഹി വസനദി ഔലിയാഇഹി, അമ്പിയാക്കളുടെ നേതാവിന്റെ മേൽ സ്വലാത്ത് ഉണ്ടാവട്ടെ. വഹിയ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ മുത്തലഖുൽ, മയം, നിരുപാധികം മയം ചെയ്യാന്നാണ് പോലും സ്വലാത്തിന്റെ അർത്ഥം. നമ്മൾ പ്രാർത്ഥന എന്നാ പറഞ്ഞല്ലേ, ഇപ്പൊ സ്വലാത്തിന് എന്താ അർത്ഥം വെച്ചത്? മയം ചെയ്യുക, ഗുണം ചെയ്യുക. ഫൈദാ നുസിബത്ത്, ആ സലാത്തിനെ ചേർക്കപ്പെട്ടാൽ, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടാൽ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടും അൽ കാമിലത്തു, പൂർണ്ണമായ റഹ്മത്ത് ചെയ്യൽ, അനുഗ്രഹങ്ങൾ ചെയ്യൽ. മയം എന്നൊക്കെ പറഞ്ഞത് ഇങ്ങോട്ടൊക്കെ, മയം എന്നൊക്കെ പറഞ്ഞത് മനസ്സിലുണ്ടാകുന്നതാണ്. ഒരെനിക്ക് നോക്കുമ്പോൾ ശരിക്ക് മയം എന്ന് പറഞ്ഞത് മനസ്സിലുള്ള ഒരാളോടുള്ള കൃപയാണ്. അള്ളാഹ്ക്ക് മനസ്സുണ്ടാ? അള്ളാഹ്ക്ക് അവയവങ്ങളൊന്നും ഇല്ല. അപ്പൊ അള്ളാഹുലേക്ക് ചേർത്ത് വെക്കുമ്പോ മനസ്സിലുള്ള കൃപ എന്ന അർത്ഥത്തിനുള്ള ലുത്തുഫ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കുമ്പോ അള്ളാഹു ഇങ്ങനെ എന്ത് കൊടുക്കുക? അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞ് കൊടുക്കണീനാണ്. ആ അള്ളാഹു ഇങ്ങനെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് കൊടുക്കണ്ട്. അതിനിങ്ങനെ സൃഷ്ടിച്ച് ഇവിടേക്ക് വിടുന്നുണ്ട്. മനസ്സിലായ? അനുഗ്രഹങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ച് വിടുന്നീനാണ് അള്ളാഹുലേക്ക് ചേർത്ത് വെക്കുമ്പോ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്ത് എന്നാണ്. അല്ലാതെ മനസ്സിലെ ലുത്തുഫ് എന്ന് പറയരുത്. ഫൈദാന സിബത്ത്, ആ സ്വലാത്തിന് ചേർക്കപ്പെട്ടാൽ, മലക്കുകളിലേക്ക് ചേർക്കപ്പെട്ടാൽ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതാണ് അവർ പൊറുക്കൽ തേടുക. മലക്കുകൾ സ്വലാത്തല്ല അറിഞ്ഞാല് അവര് അള്ളാഹു ഇങ്ങാക്ക് പുറത്തു കൊടുക്കണമെന്ന് ഇങ്ങനെ പറയാം. സലാത്തിന് ചേർക്കപ്പെട്ടാൽ വിശ്വാസികളിലേക്ക്, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടും അദ്ദുആഉ, പ്രാർത്ഥന എന്നാണ്. മുഅ്മിനീങ്ങളെ സലാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാന്നാണ്? പ്രാർത്ഥിക്കാന്നാണ്. നമ്മുടെ സലാത്തല്ല അറിഞ്ഞാല് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സല്ലി, നീ സലാത്ത്, അനുഗ്രഹങ്ങൾ റഹ്മത്ത് ചൊരിയണേ. അള്ളാഹ് എന്താ ചെയ്യണ്ടേ? സല്ലി, നീ റഹ്മത്ത് നൽകണേ. മനസ്സിലായി? അള്ളാഹ് റഹ്മത്ത് ചെയ്യല്ലേ. ഫമാന ഖൗലിഹിം, അപ്പൊ അവരുടെ വാക്കിന്റെ അർത്ഥം, അല്ലാഹുവേ സല്ലി, നീ സലാത്ത് ചെയ്യണേ മുഹമ്മദിനെ. ഐ അള്ളിംഹു, അള്ളാഹ് എന്താ ചെയ്യണ്ടേ? ഇപ്പൊ നബിതങ്ങൾക്ക് റഹ്മത്ത് ചെയ്യല്ലേ വേണ്ടിയത്? അള്ളഹാനോടല്ലേ പറയണത് സല്ലി, പഠിച്ചോനെ നീ അള്ളിംഹു, നബിയെ എന്താക്കി? നീ അലീമാക്കി കൊടുക്ക്, വലിയതാക്ക്. നബിതങ്ങൾ എന്താക്കി? മഹത്വം നൽകി. ദുന്യ, ദുന്യാവില്. എങ്ങനെ? അല്ലാഹുമ്മ സല്ലിന്റെ അർത്ഥം പറഞ്ഞ വലിയവരെ, അള്ളിംഹു ഫിദ്ദുന്യ, നബിതങ്ങളെ നീ അലീമാക്ക്, അല്ലാഹ് ഭയങ്കര ആളാക്ക്. അവരുടെ സ്മരണ ഉയർത്തൽ കൊണ്ട്, അവരുടെ സ്മരണ ഉയർത്തൽ കൊണ്ട്, അവരുടെ ശരീഅത്ത് എന്നെന്നും നിലനിർത്തൽ കൊണ്ട്, നശിപ്പിക്കാതെ എന്നും ബാക്കിയാക്കൽ കൊണ്ട്. അത് മാത്രമൊന്നല്ല കേട്ടോ, അവിടെ ദുന്യാവിലുള്ളത് മൂപ്പര് ചെറിയ അർത്ഥം പറഞ്ഞിട്ടുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അവിടെ വിശാലമാക്കാം. അവിടുത്തെ മഹത്വം ഉയർത്തുന്നാളപ്പം അർത്ഥം വെച്ചത്. അത് എന്താകാം? ഇവിടെ അവിടുന്ന് പഠിപ്പിച്ച ദീന് ഉയർത്തൽ കൊണ്ടും, അതിന് ശരീഅത്ത് ഉയർത്താം. അവിടുത്തെ സ്മരണ, അത് രണ്ടും പെട്ടുകണപ്പോ. ദീൻ ഉയർത്തുന്ന പ്രവൃത്തിയിൽ പെട്ടതാണ് നമ്മൾ ചെയ്യണ ഈ പണികളൊക്കെ. എന്ത്? അവിടുന്ന് പഠിപ്പിച്ച ശരീഅത്ത് എന്താക്കുക? നമ്മൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ അവിടുത്തെ സ്വലാത്തിന്റെ ഭാഗം. സ്വലാത്ത് പറഞ്ഞാൽ എന്താ? അവിടുത്തെ അലീമാക്കലല്ലേ. എങ്ങനെ അലീമാക്കല്? ശരീഅത്ത് നിലനിർത്തിക്കൊണ്ട്. നമ്മളിപ്പോ എന്താ ചെയ്യണം? അപ്പൊ ഈ സെബ്ക്ക് എടുക്കുമ്പോഴും സെബ്ക്ക് പഠിക്കുമ്പോഴൊക്കെ നബിതങ്ങൾക്ക് സലാത്തല്ലാണ്. ശരീഅത്തിന് ഉയർത്തല് സലാത്താണെന്നപ്പോ പറഞ്ഞത്. മനസ്സിലായ? വേറൊക്കെ സലാത്ത. ആഖിറത്തിൽ നീ അവിടുത്തെ അലീമാക്ക്. എങ്ങനെ? അല്ലിംഹു ഫിൽ ആഖിറത്തി, അല്ലിംഹു ഇങ്ങോട്ട് വന്നോട്ടെ. അല്ലിംഹു ഫിൽ ദുന്യ, ദുന്യാവിൽ അവിടുത്തെ അലീമാക്കണം. ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ അലീമാക്കൽ എങ്ങനെയൊക്കെ? അവിടുത്തെ ശുപാർശ സ്വീകരിക്കൽ കൊണ്ട്. ഫിൽ ഉമ്മത്തി, അവിടുന്ന് ശുപാർശ ചെയ്യൂലേ? അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? അള്ളഹാനോട് ശുപാർശ പഠിച്ചോനെ
നീ സ്വീകരിക്കണേ എന്നാണ് ഈ ചൊല്ലിന്റെ അർത്ഥം. ആ അമലിഹി, അവിടുത്തെ അമലിന്റെ കൂലി ഇരട്ടി കൊടുക്കൽ കൊണ്ട്, അവിടുന്ന് ചെറിയ ചെയ്ത അധ്വാനം, പ്രബോധന പ്രവർത്തനം അടക്കം ചെയ്തതിനൊക്കെ പ്രതിഫലം ഇരട്ടി കൊടുക്കൽ കൊണ്ടും, അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി അവിടുന്ന് ശഫാഅത്ത് ചെയ്യുമ്പോൾ അത് തശ്ഫീഅ, എന്താ അർത്ഥം? ഷഫാന്റെ അർത്ഥം എന്താ? ശുപാർശ എന്നല്ല, ശുപാർശ സ്വീകരിച്ചു. എന്ത്? അതാരാ ചെയ്യല്? അത് അള്ളാണ്. ഷഫാ എന്ന പദം അല്ലാഹുമ്മ ഷഫിഉഹു ഫീനാ, അല്ലെങ്കിൽ ഷഫിഉഹു ഫിയ്യാ എന്ന് കാണാം തവസ്സുലിന്റെ ഹദീസിൽ. ശുപാർശ പഠിച്ചോനെ. ഇസ്തിശ്ഫാ എന്ന് പറഞ്ഞാൽ എന്താ? ശുപാർശയെ ചോദിക്കുക, ശുപാർശ ചെയ്യാൻ വേണ്ടി ശുപാർശ ചെയ്യുന്ന ആളോട് പറയാം. അതാരാ? അപ്പൊ ഇസ്തിശ്ഫാ ചെയ്യലാരാ? ശുപാർശ ചെയ്യാൻ വേണ്ടി പറയലാരാ? നമ്മളാ. നമ്മള് നബിയോട് എന്ത് പറയാണ്? നബി ഞങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ധാരണ തരണമെന്ന് നമ്മൾ ഉസ്താദ്മാരോട് ധാരണ, അതന്നെ ഇസ്തിശ്ഫാ. അതിനെന്താരാ? ഇസ്തിശ്ഫാ, ശുപാർശ ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുക്കുക. ഷഫാ എന്ന് പറഞ്ഞാൽ എന്താ? ശുപാർശ ചെയ്യ. അതാര് ചെയ്യണ പണിയാ? അത് നബി തങ്ങൾ ചെയ്യണ പണി. അപ്പൊ ഇസ്തിശ്ഫാ നമ്മൾ ചെയ്യും, ഷഫാഅ റസൂൽ ചെയ്യും, ഷഫാഅ അല്ലാഹ് സ്വീകരിക്കും. അല്ല, മൂന്നിന്റെ അർത്ഥം വേർതിരിച്ച് മനസ്സിലാക്കുക. അത് നമ്മളെ പിടിയിലുണ്ടാവും. ഇയാളോട് ഞാൻ ദ്വാരക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇയാളോട് ഞാൻ, ഒരാൾ ഇവിടെ വന്നു, അയാള് ഇവിടുത്തെ പള്ളിക്കത്തെ ഉസ്താദിനെ കണ്ടു. ഉസ്താദിനെ കണ്ട് ഉസ്താദെ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ രോഗമുണ്ട്, അപ്പം എനിക്ക് പിരിവെടുക്കണം, നിങ്ങളൊന്ന് ആൾക്കാരോട് ഒന്ന് വെള്ളിയാഴ്ച വിമാനശോ ഒന്ന് പറയുന്നത് ചോദിച്ചു. അപ്പം ഇയാളിപ്പോൾ എന്താ ചെയ്തത്? ഈ പറയുന്നത് വെച്ചുകൊണ്ട് പാവം വന്നാള് ശുപാർശ ചെയ്യാൻ വേണ്ടി ഉസ്താദിനോട് പറയാണ്. ഉസ്താദ് എന്താ ചെയ്യല്? ചെയ്യും. ആരോട് ശുപാർശ ചെയ്യുന്നു? ജനങ്ങളോട്. ജനങ്ങളത് സ്വീകരിക്കും. അത് ഷഫാ. അല സയ്യിദ് അംബിയ, ഈ ആരുടെ മേലുണ്ടാവട്ടെ? അംബിയാക്കുള്ള സയ്യിദിന്റെ മേലുണ്ടാവട്ടെ. അതാരാണ്? ഓ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളാണ്. കമാ വറദ ഫിൽ ഖബരി, ഖബറിൽ വന്നിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അന സയ്യിദു ഉൽദി ആദമ, വലദിന്റെ ജമ്മാണ്. ആദമിന്റെ മക്കളുടെ സയ്യിദ് ഞാനാണ്. സയ്യിദ് നബി തങ്ങളെ പറ്റി പറയാം. വല ഫഖ്റ, ഞാൻ ദുരഭിമാനം പറയുന്നില്ല, ഉള്ളത് പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ. പിന്നെ നബി എന്ന ഇൻസാൻ, ഒരു മനുഷ്യരാണ്. മബൂസ് മിനല്ലാഹി തആല, അല്ലാഹുവിൽ നിന്ന് അയക്കപ്പെട്ട നബിയാകുമ്പോ ഇൻസാനും മബൂസ് മിൻ, അല്ലാഹ് അയക്കച്ചതാണ്. അവിടെ ഇലൽ ഖൽഖി, ആരിലേക്ക് അയച്ചതാണ്? സൃഷ്ടികളിലേക്ക്. എന്തിനു വേണ്ടി അയച്ചതാണ്? അള്ളാന്റെ ഹുക്കുമുകളൊക്കെ നമ്മക്ക് എത്തിച്ചു തരാൻ വേണ്ടി. ആദ്യം അള്ളാഹ് ഈ നബിക്ക് എത്തിച്ചു കൊടുക്കും ജിബ്രീൽ മുഖേന. അപ്പൊ തബ്ലീഗ് ഉള്ള ആൾക്കാണ് പോലും നബി എന്ന് പറയലാണ് മൂപ്പരെ പോക്ക്. എന്ത്? തബ്ലീഗ് ഉണ്ട്, വഹയും ഉണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള അയക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അപ്പൊ വഹയും ഉണ്ടാവും. അയാള് ഗ്രന്ഥവും പുതിയ ശരീഅത്തൊക്കെ ഉള്ള ആളാണെങ്കിൽ, പുതിയ ഗ്രന്ഥവും ശരീഅത്തൊക്കെ ഉള്ള ആളാണെങ്കിൽ റസൂലൻ എന്തെന്നും പറയും? അവൻ നബി റസൂല് രണ്ടാണ്. ഒട്ടൻ സമദാനി നേരത്തെ പ്രസംഗിച്ചിട്ട് റസൂലും നബി ഒന്നാണ്. ഇവിടെ എന്താ പറഞ്ഞേ? ശരീഅത്തും കിതാബ്, വഹാബിന്റെ ആശയ രണ്ടും ഒന്നാണെന്നുള്ളത്. ഒന്നാണെന്ന് ചില പണ്ഡിതന്മാരുണ്ട്, എന്നാലും നമ്മൾ പ്രബല വീക്ഷണം രണ്ടാണെന്ന്. മുർസലുകൾ എത്ര? 313 റസൂലുമാര്. അമ്പിയാക്കൾ എത്ര? 1,00,000. രണ്ടും രണ്ടാണെന്നല്ല. അപ്പൊ രണ്ടെണ്ണം വ്യത്യാസം ചെയ്യും. ഇവരിപ്പോ നബി എന്നാൽ എന്തെന്ന് വെച്ചാൽ തബ്ലീഗ് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പുതിയ ശരീഅത്ത് ഉണ്ടെങ്കിൽ, കിതാബ് ഉണ്ടെങ്കിൽ അദ്ദേഹം എന്താണ്? റസൂലാണ്. പുതിയ കിതാബോ ശരീഅത്തോ മനസ്സിലായി. പക്ഷെ അവിടെ പ്രബല വീക്ഷണം ഒന്നും അല്ലട്ട. പ്രബോധനം കൊണ്ട് കൽപ്പിച്ചാല് റസൂലാണ്. പുതിയ ശരീഅത്ത് ഉണ്ടായാലും വേണ്ടിയില്ല, ഇല്ലെന്ന്. പഴയ ശരീഅത്ത് തന്നെ, അതിന്റെ മുമ്പ് വന്ന നബിന്റെ ശരീഅത്തും കിതാബുമായിട്ടാണ്. പക്ഷെ ഇയാൾക്ക് വഹിയുണ്ട്, എന്തുണ്ട്? അപ്പൊ അത് റസൂലാണ് എന്നും. പ്രബോധനം കൊണ്ട് കൽപ്പിക്കാതെ ആണ് വഹി ഇങ്ങനെ കൊടുക്കലുണ്ട്, പ്രബോധനം കൊണ്ട് കൽപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാ അയാൾ വന്നതെന്ന് വെച്ചാൽ നടക്കട്ടെ. അപ്പൊ അതിനെന്തെന്നും പറയും? നബി. അപ്പൊ അയാൾക്ക് എന്ത് കൽപ്പന ഇല്ല?
അയാൾ സ്വയം അയാൾക്ക് വഴിയൊക്കെ കിട്ടുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പോകലുണ്ട് അയാൾക്ക്. പക്ഷെ പ്രബോധനം അയാളോട് കൽപ്പിച്ചിട്ടില്ല. ചിലപ്പോൾ പ്രബോധനം ചെയ്യാതിരിക്കാം. അതാണ് പ്രബല വീക്ഷണം. പ്രബോധനം ഉണ്ടെങ്കിൽ റസൂലും, പ്രബോധനം ഇല്ലെങ്കിൽ നബിയും. മനസ്സിലായി? പക്ഷെ ഇവരെ വീക്ഷണം അനുസരിച്ച് പ്രബോധനം കൽപ്പിച്ചാലേ നബി ആവുള്ളൂ. പിന്നെ കിതാബ് ശരീഅത്തൊക്കെ ഉണ്ടെങ്കിൽ റസൂലും ആവുന്നതാണ് പോക്ക്. പിന്നെ അലാ സയ്യിദി അംബിയാഇഹി, അള്ളാഹുവിന്റെ ഈ എന്ന് പറഞ്ഞ ലമീറെ കണ്ടാ എടുക്കുക. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടേച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു തന്നെ. അള്ളാഹുവിന്റെ അംബിയാക്കളുടെ നേതാവിന്റെ മേൽ അവിടെ സയ്യിദ് അംബിയാഇ, അള്ളാഹുവിന്റെ സർവ്വ അംബിയാക്കളും എന്ന് അർത്ഥം കിട്ടും. ബഹുവചനമാണ് അംബിയാ. അതിനെ മാരിഫയിലേക്കാണ്, ഹി നിറഞ്ഞ മാരിഫയിലേക്കാണ് ലാഭം. ജമ്മിനെ മാരിഫയിലേക്ക് ലാഭം ചെയ്താൽ എന്തർത്ഥം കിട്ടും? സർവ അമ്പയാക്കളും. ആ അള്ളാഹുവിന്റെ സർവ അമ്പയാക്കളുടെയും സയ്യിദിന്റെ മേലിൽ എന്ന് അർത്ഥം കിട്ടും. അപ്പൊ എല്ലാ നബിമാരിൽ വെച്ച് ഏറ്റവും സയ്യിദാണ് നബിതങ്ങൾ എന്നും കിട്ടും. അങ്ങനെ ഒരു പോയിന്റ് പഠിച്ചാ എന്ത്? ജമ്മിനെ മാരിഫയിലേക്ക് സർവ എന്നർത്ഥം കിട്ടും. ഉമ്മൂമനെ കിട്ടും, ഇസ്തിഗ്റാഖ് കിട്ടും. അതാണ് പറഞ്ഞത്. ഇലാഫത്തുൽ അംബിയായി, അംബിയാക്കളെ, അംബിയ എന്ന പദം ഇലാഫത്ത് ഹി എന്ന ലമീറിലേക്ക് അത് എല്ലാരും എന്ന അർത്ഥം കിട്ടാനാണ്. അപ്പൊ മുർസലുകളെയും ഉൾപ്പെടുത്തും. കാരണം നബിമാര് മുർസലുകളെയും ഉൾപ്പെടുത്തും. മുർസലുകളൊക്കെ എന്തെന്നല്ല നബി ആവുമല്ല. ഇല്ല, എല്ലാ മുർസലുകളും എന്താകും? നബിയാകും. പക്ഷെ എന്താകൂല, എല്ലാ നബിയും എന്താകണമെന്നില്ല, റസൂലാവണമെന്നില്ല. അപ്പൊ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ റസൂലും പൊട്ടും, റസൂൽ അടക്കം പൊടും, റസൂലുമാരൊക്കെ പൊടും. ലായുക്കാലു പറയരുത്, മുണ്ടരുത്. ലായുക്കാലു മുണ്ടിപ്പോകരുത്. ആ ആ നബിയുന അലൈഹി ആ മീം ഉണ്ടല്ലേ, അലൈഹിസ്സലാം തന്നെ ചുരുക്കാണ്. ആ നബിയന നമ്മളെ നബിയാകുന്നത് ദാഖിലും ഫീഹിം. നമ്മളെ ഒരു ചോദ്യമാണ്, നമ്മളെ നബി ഇപ്പൊ അമ്പിയാക്കളിൽ പെട്ടില്ലേ? അള്ളാഹുവിന്റെ സർവ്വ അമ്പിയാക്കളുടെയും നേതാവിന്റെ മേലെ എന്ന് പറയുമ്പോ ഈ അമ്പയാന്ന് പറഞ്ഞില്ല ആരും പെട്ടില്ലേ? അപ്പൊ എന്തായി അർത്ഥം? നമ്മളെ നബി അടക്കമുള്ള സർവ്വ അമ്പയാക്കളുടെ നേതാവാണ് നബി എന്നർത്ഥം. അപ്പൊ നബി നബിനെക്കാട്ടി നബിന്റെ നേതാവാന്ന് കിട്ടില്ലേ? എന്റെയും മനസ്സിലാണ്ട് നിങ്ങൾക്ക്? എന്താ നമ്മൾ നിർത്താനേ അല്ല, അത് എനിക്ക് മനസ്സിലായിക്കണ്, കുറെ നേരമായി മനസ്സിലായിക്കണേ. നമുക്ക് എടുക്കണ്ടേ? നബിയന ദാഖിലും ഫീഹിം. ഈ അമ്പിയായി എല്ലാ അമ്പിയാക്കളും എന്ന് പറയുമ്പോ നമ്മളെ നബിയും കടന്നില്ല ഇത്. അപ്പൊ ലാസിമാകും ഫായിലാണ്. കൗനുഹു സയ്യിദൻ, നബി തങ്ങൾ സയ്യിദാവൽ ആരേക്കാൾ? സ്വന്തത്തിനേക്കാളും സയ്യിദാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവോ? ഒരാളെന്നെ അയാളെ കാട്ടി സയ്യിദാകുക? അങ്ങനെ ഉണ്ടാവില്ലല്ല. അങ്ങനെ മുണ്ടരുത്. അങ്ങനെ പറഞ്ഞു പോകരുത് കേട്ടാ. പറഞ്ഞാൽ എന്താ കാരണം? പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണമല്ലേ അന്നാനൊക്കൂലു. നമ്മളതിനെ അങ്ങോട്ടും പറഞ്ഞു തരും. മനസ്സിലാണ്ട? അന്നാനൊക്കൂലോ അങ്ങോട്ട് തിരിച്ചടിക്കും. എന്തേ? യഹ്കുമോ വിധിക്കും. ആരെ? ഫായില്. ഫായിലാടാ ഒരു ഫീൽ വന്ന ഫായിൽ വെട്ടടോ. പരസ്യ ബുദ്ധി വിധിക്കും. അതായത് പ്രഥമ ബുദ്ധി, നല്ല ചിന്ത വേണ്ട, ചിന്തിക്കാത്ത ബുദ്ധി തന്നെ. ഏത് നല്ല പരസ്യ ബുദ്ധി, ചിന്തയില്ലാതെ ചിന്തിക്കാതെ തന്നെ ബുദ്ധി വിധിക്കും. നബിതങ്ങളെ പുറപ്പെടുമെന്ന് മിൻഹും അമ്പിയാക്കളിൽ നിന്നും സലവാത്തുല്ലാഹി അലൈഹിം, അവർക്കൊക്കെ സലാത്ത് വെക്കും, അള്ളാഹ് കൊടുക്കട്ടെ. മനസ്സിലായ? അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടും. ഈ അമ്പിയ ഈ എന്ന് പറഞ്ഞാൽ ആരില്ലാത്ത നബിയാണ്, ഇല്ലാത്ത മറ്റു അമ്പിയാക്കളുടെ നേതാവ് എന്നാണ് അർത്ഥം എന്ന് വെക്കണം. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അത് എന്തുകൊണ്ട് കിട്ടും? തലച്ചോറുണ്ടേ കിട്ടും. അതിന് കുറെ ചിന്തക്കുള്ള തലച്ചോറൊന്നും വേണ്ട, ബദാഹത്തുലക്കിൽ മതി. എന്താ ബദാഹത്തുലക്ക് പറഞ്ഞാല്? ചിന്തിക്കാത്ത ബുദ്ധി, പരസ്യ ബുദ്ധി. അത് കൂടുതൽ ഏത് മന്ദബുദ്ധിയും പറയും. അവിടെ ഇപ്പം അങ്ങനെ പെടൂല. അങ്ങനെ പ്രയോഗമാണ്. പറയുമ്പോൾ അങ്ങോട്ട് പറയും, പെടൂല. ചിലരെ പെടൂല. പറച്ചില് സംഭവം കൂടിയാണ് എൻ്റെ ഭാഷ നോക്കുമ്പോൾ.
പക്ഷെ ബുദ്ധി കൊണ്ട് ചിലതൊക്കെ പുറത്താക്കാം. ആ, അള്ളാന്റെ വാക്ക് പോലെ അള്ളാഹു എല്ലാ വസ്തുവിന്റെ മേലും കഴിവുള്ളവനാണെന്ന് അറിഞ്ഞു. ഈ ഷെയ്യിൽ ആരും പെട്ടിക്കണേ അള്ളേ എന്തേ അപ്പൊ അള്ളാഹു അള്ളാന്റെ മേലും കഴിവുള്ളവനാണ് എന്ന് അർത്ഥം വെക്കേണ്ടി വരും. അപ്പൊ അള്ളാഹുവിന്റെ മേലും കഴിവ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ കുല്ലിശയില് എന്ത് ഒഴിവാണ്? ആരും ഒഴിവാണ്? അള്ളാഹ് ഒഴിവായ കുല്ലിശയാണ് ഉദ്ദേശം എന്ന് ആര് മനസ്സിലാക്കി തരും? ബദാഹത്തുല്ലക്കൽ മനസ്സിലാക്കി തരും. എന്ന മാതിരി ഈ വെറും പദത്തുമേല് മാത്രം ഒരു കാര്യം കൂടി മനസ്സിലായിപ്പോ. ഒരു പദത്തിന്റെ ലഫ്ളിന്റെ മൈന മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. ഒരു വാക്ക് ഒരാൾ പറയുമ്പോൾ ബുദ്ധിയും കൂടി അവിടെ ചിന്തിച്ചിട്ടായിരിക്കണം അവിടുത്തെ ഉദ്ദേശം മനസ്സിലാക്കേണ്ടത്. അയാളുടെ വാക്കുമ്മല് മാത്രമല്ല, ബുദ്ധിയും കൂടി വർക്ക് ചെയ്യിപ്പിച്ച് ആ ബുദ്ധി കൊണ്ട് ചിലതൊക്കെ വാക്കുന്ന് അയാൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമുക്ക് എന്താക്കാൻ കഴിയും? നിങ്ങൾ പറഞ്ഞ പദത്തിൽ അതെല്ലാം പെട്ടിയില്ലേ, അതുകൊണ്ട് അതെല്ലാം പെടണം എന്ന് അറിയാണ്ട് വാശി പിടിച്ചേണ്ട ആവശ്യമില്ല. ഒരു വാക്കും വന്ന് അവിടുത്തെ സന്ദർഭവും സാഹചര്യവും ബുദ്ധിയും ഒക്കെ പരിഗണിച്ചിട്ടായിരിക്കും ഉദ്ദേശം മനസ്സിലാക്കേണ്ടത്. മനസ്സിലായ? അല്ലാതെ എന്തുമല്ല പദത്തുമ പിടിച്ച് തൂങ്ങലല്ല, ബുദ്ധി അവിടെ ഉപയോഗിക്കണം. പലപ്പോഴും നമ്മളെ ഖുർആനാവട്ടെ, ഖുർആന്റെ പരിഭാഷ ആവട്ടെ, അല്ലെങ്കിൽ ഖുർആനാവട്ടെ, പറയുമ്പോൾ വാക്കുമൽ മാത്രമല്ല ബുദ്ധിയും കൂടി ചിന്തിച്ചിട്ട് ചിലതൊക്കെ തീർന്ന് അള്ളാഹിനെ ഒഴിവാക്കണം. അല്ലാതെ എന്ത് പറയേണ്ടി വരും? അള്ളാഹുവിനെ സൃഷ്ടിക്കാനും കഴിവുണ്ടെന്ന് പറയേണ്ടി വരും. അള്ളാഹു എല്ലാ വസ്തുവിൻ്റെ മേലും എല്ലാ സൃഷ്ടിക്കാനുള്ള മേലും കഴിവുണ്ടെന്നപ്പോൾ പറഞ്ഞിട്ട് അർത്ഥം. അപ്പം അങ്ങനെ പറയേണ്ടി വരും. അപ്പം ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ആ കുല്ലിശയിൽ അള്ളാഹ് പറയും. വാക്കുമൽ മാത്രമല്ല, ഒരു വാക്കർത്ഥത്തിന് മാത്രമല്ല ഒരാശയം മനസ്സിലാക്കൽ. ഒരാളൊരു കാര്യം പറയുമ്പോൾ അവിടെ ചിലതൊക്കെ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അവിടെ അയാൾ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ, ഇത് അവിടെ വാക്കിലുണ്ടെങ്കിലോ ഉദ്ദേശമില്ല, അതുകൊണ്ട് അത് ഒഴിവാണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ളതും കൂടി ചിന്ത വേണം. പലപ്പോഴും പല മുബത്തദികളും പെടലെവിടെയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ അവിടെ ആ ബുദ്ധി പരിഗണിക്കൂല, ആ വാക്കുമ പിടിച്ച് തൂങ്ങും, എന്നിട്ട് പുതിയൊരാശയം ഉണ്ടാക്കും. വാക്കുമ പിടിച്ച് തൂങ്ങിയിട്ട് പുതിയൊരാശയം ഉണ്ടാക്കും. അപ്പോൾ ഒരു പുതിയ വിഭാഗം പൊട്ടിപ്പുറപ്പെടും. നമ്മൾ പറയുന്നു ഒരാള് നമ്മളെ ഏത് സംസാരത്തിലും അങ്ങനെ തന്നെ. നമ്മൾ ഒരു സംസാരിക്കുകയാണെങ്കിൽ അവിടുത്തെ സാഹചര്യ സന്ദർഭമൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കുറേ എന്താക്കേണ്ടി വരും, ഒഴിവാക്കിയിട്ട് ചില ഭാഗങ്ങൾ മാത്രം അയാൾ അത്രയ്ക്ക് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും. അപ്പോൾ അയാൾ പറഞ്ഞത് ഒന്ന് വേറെ ഉദ്ദേശിച്ചത് വേറെ എന്നാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞത് വേറൊന്നിനും സാധ്യത ഉണ്ടല്ല, പക്ഷെ ഉദ്ദേശിച്ചിക്കാണ്ട് എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞപ്പോൾ നന്നായിട്ട് ഉൾപ്പെടുന്നുണ്ടാവും, പക്ഷെ ഇയാൾ ഇത്ര ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഉദ്ദേശമാണ് നമ്മളെപ്പോഴും എന്താക്കേണ്ടത്, പരിഗണിക്കേണ്ടത്. പറഞ്ഞ വാക്കല്ല. വാക്കുമലൊക്കെ ഉണ്ട്, കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ വാക്കിനെക്കാട്ടി ഉദ്ദേശം കൂടി പരിഗണിക്കണം. ഒരാൾ പറഞ്ഞൊരു വാക്ക് അയാൾ എന്താ ഉദ്ദേശിക്കുന്നത് അയാളോടൊന്ന് ചോദിച്ചണം എന്ന് അയാൾക്ക് പറയുക. നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ നിൽക്കണ്ട. ചിലപ്പോൾ അയാൾ വേറെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും. അപ്പോൾ അത് പെട്ടിട്ടുണ്ടാവും. വാക്കുമലല്ല, അത് പ്രയോഗങ്ങൾ അങ്ങോട്ടുണ്ടാവും.